മലപ്പുറം വേങ്ങര സ്വദേശി ശ്രീലങ്കയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. വേങ്ങര പറപ്പൂർ റോഡ് സ്വദേശി AK മുഹമ്മദ് ഇർഫാൻ ആണ് മരിച്ചത്. ശ്രീലങ്കയിൽ വെച്ച് സ്കൂബ ഡൈവിങ്ങിനിടെയാണ് മരണമുണ്ടായത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളും ചേർന്നു. ഗോകുൽ, എന്താണ് ഉണ്ടായത്? അശ്മി, വളരെ സങ്കടകരമായ വാർത്തയാണ്. നമുക്ക് തന്നെ ഈ കഴിഞ്ഞ ലോകകപ്പുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ വാർത്തകൾക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുകയും നമ്മൾക്ക് പ്രതികരണം നൽകുകയും ഒക്കെ ചെയ്ത ഒരു യുവാവാണ് AK മുഹമ്മദ് ഇർഫാൻ എന്ന് പറയുന്നത്. മലപ്പുറം വേങ്ങര പറപ്പൂർ റോഡ് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. 10 ദിവസങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിഞ്ഞത്. ഭാര്യയുമൊത്ത് ശ്രീലങ്കയിൽ വിനോദയാത്രയുടെ ഭാഗമൊക്കെയായി പോയതായിരുന്നു. ആ സമയത്ത് സ്കൂബ ഡൈവിങ്ങിനിടെ ഡൈവ് ചെയ്തു. പിന്നീട് ഉയർന്നു വന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു. അവിടെ കൊളംബോയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വിവരം പുറത്തുവരികയുള്ളൂ. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നാട്ടിലൊക്കെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുയിടങ്ങളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുകയും നാടിന്റെ പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. വിവാഹം കഴിഞ്ഞ് 10 ദിവസം മാത്രമായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഭാര്യയോടൊപ്പം പോയ സമയത്താണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായൊരു ദാരുണ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഹഷ്മി, സ്കൂബ ഡൈവിംഗ് അപകടകരമായ രീതിയിലായതാണോ? സ്കൂബ ഡൈവിംഗ് പക്ഷേ അതിനുള്ള ഈ ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊണ്ടല്ലേ താഴോട്ട് മുങ്ങുള്ളൂ. ഗോകുൽ, ഹൃദയാഘാതമാവാനാണ് സാധ്യത തോന്നുന്നു അല്ലേ? അതെ, അത്തരത്തിലൊരു സ്ഥിരീകരണം വരാതെ മരണകാരണം സംബന്ധിച്ച കാര്യത്തിൽ നമുക്കൊരു വ്യക്തത പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും മറ്റൊരു രാജ്യത്താണ്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയാഘാതമാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന നമുക്ക് അവിടെയുള്ള ബന്ധുക്കളിൽ നിന്നും മറ്റും സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നാട്ടുകാരുമൊക്കെയായി ബന്ധപ്പെടുന്ന സമയത്ത് അത്തരത്തിലൊരു അനുമാനത്തിൽ തന്നെയാണ് അവരെത്തിച്ചേർന്നിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ കാരണം പറയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കഴിയേണ്ടതുണ്ട്. ആശുപത്രിയിലാണ്, കൊളംബോയിലുള്ള ഒരു ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റു നടപടികളൊക്കെ കഴിയുന്ന സമയത്ത് യഥാർത്ഥ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യം ലഭ്യമാകും. ഹാഷ്മി, ഓക്കെ. ഗോകുൽ കെ വേണുഗോപാലാണ്. അതൊരു ഹണിമൂൺ യാത്രയായിരുന്നു. സങ്കടകരമായ വാർത്തയുടെ വിവരങ്ങൾ പറയുകയായിരുന്നു ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.